+2 സേ പരീക്ഷ കനത്ത മഴ മൂലം മാറ്റി. ഇപ്പം നമ്മുടെ ചാനലിൽ വരുന്ന ന്യൂസുകൾക്ക് കൃത്യം പണ്ട് മുതലേ വരുന്ന ന്യൂസുകൾ ഒരു ക്രെഡിബിലിറ്റിയും ജെന്യുവിൻ ആണെന്നുള്ള കുട്ടികൾക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് തന്നെ നമ്മൾ +1 റിസൾട്ട് വൈകും, അതിനുള്ള വ്യക്തമായ കാരണവും പറഞ്ഞു. ആ റിസൾട്ട് ഏകദേശം ജൂലൈയിലേ വരുത്തുള്ളെന്നും പറഞ്ഞു. നമ്മൾ ഇന്നലെ പോലും കൃത്യമായിട്ട് പറഞ്ഞു ജൂലൈയിലാണെന്ന്. ഇന്നിപ്പോൾ ഒഫീഷ്യലി വന്നിട്ടുണ്ട് +1 റിസൾട്ട് വരുന്നത്. +1 റിസൾട്ട് വരുന്നത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 15-നാക്കി. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. കാരണം ഗൾഫ് മേഖലയിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് സ്റ്റേറ്റിലെ കുട്ടികൾക്ക്, അവിടുത്തെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വ്യക്തമായ കാരണങ്ങൾ കൂടിയാണ് പറയുന്നത്. ഒരു അധ്യാപനം എന്നുള്ള രീതി നമുക്കതിനകത്ത് കറക്റ്റായിട്ട് ഒരു ജെന്യുവിനായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായ കാര്യമാണ്. കാരണം അത് കുട്ടികൾ ഒരുപാട് വിശ്വസിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ +2 സൈഡ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ, നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികൾ ഇട്ടിട്ട് നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നുണ്ട്. ഓരോ ചാനലിൻ്റെയൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തിട്ട് ജൂലൈ 10 പരീക്ഷ, ജൂലൈ 15 പരീക്ഷ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ന്യൂസുകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ന്യൂസ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 100% ഫേക്ക് ന്യൂസാണ്. കാരണം ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കൃത്യം ചാനലിൻ്റെ അതുപോലെ നമുക്കറിയാമല്ലോ എന്തും വേണ്ടി ഫേക്കാണ്. ഇപ്പോൾ AI പോലെ ഒരുപാട് സംവിധാനങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ഫേക്ക്, അതേപോലെ നമുക്ക് തോന്നുന്ന ഒരുപാട് ന്യൂസ് ചാനലിൻ്റെ പേരൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് ന്യൂസ് ചാനലിൻ്റെയാണ് വരുന്നത്. 1-2 മെസ്സേജുകളിൽ ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പരീക്ഷ മാറ്റാൻ 99.9% ഇല്ല, പിന്നെ 100% പറയാൻ നമുക്കൊരു അധികം എന്നുള്ളത് പറ്റത്തില്ല. പക്ഷേ മാറ്റാൻ ചാൻസ് കുറവാണ്. ജൂൺ 29 തന്നെ സേ പരീക്ഷ നടത്തും. അങ്ങനെ നടത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം റിസൾട്ട് എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ അടുത്ത കോഴ്സുകൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ നടത്തണം. അല്ലാതെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കുമല്ല. പല കുട്ടികളും ഇത് കേട്ടൊരു 10% കുട്ടികളെങ്കിലും മാറ്റി, നമ്മുടെ ഇവിടെയൊക്കെ കനത്ത മഴയാണ്, കളക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് പരീക്ഷകൾ നടക്കുന്നില്ല. അതൊക്കെ ഇപ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ മാറും, പരീക്ഷകൾ നടക്കും. അന്നേരം 1% ചാൻസേ ഉള്ളൂ മാറ്റാൻ, 99% മാറ്റാൻ ചാൻസ് ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഓൺലൈൻ ക്ലാസ്സുകളുടെ ബാച്ചസ് തീർന്നോ, ഇനി എങ്ങനെ ആയിരിക്കും ക്ലാസ്? ഓൺലൈൻ ബാച്ചസ് എല്ലാ ദിവസവും കൊണ്ട് മക്കളെ ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. വളരെ തുച്ഛമായ ഫീസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ലൈവ് ക്ലാസ്സസ് എല്ലാം ഇപ്പോൾ എനിക്കൊന്ന് 7-8 ലൈവ് ക്ലാസ്സുകൾ തന്നെ പോയി. അന്നേരം ഒരു ടെൻഷനില്ല പഠിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഒരു ധാരണയായി. നമ്മളൊക്കെ ഉറപ്പാണ് ഞങ്ങൾ ജയിക്കും എന്നൊരു ധാരണ കുട്ടികൾക്കുമായിട്ടുണ്ട്. അത് സത്യസന്ധമായി പറയുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം അവർ ജയിക്കും, 100% ജയിക്കുമെന്ന്. അന്നേരം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞാൽ മതി. അന്ന് തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.